ഷാർജ ഭരണാധികാരിയും UAE സുപ്രീം കൗൺസിൽ അംഗവുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി കേരളം സന്ദർശിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്ഷണം സ്വീകരിച്ചാണ് ഷാർജ ഭരണാധികാരി കേരളത്തിൽ എത്തുന്നത്. ഇതാദ്യമായാണ് ഷാർജ ഭരണാധികാരി കേരളത്തിലെത്തുന്നത്. ദുബായിൽ നിന്നും TG മാലുദിന്റെ റിപ്പോർട്ടിലേക്ക്. ഷാർജ ബിദ പാലസിൽ വെച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയും കൂടിക്കാഴ്ച നടത്തിയത്. കേരളം സന്ദർശിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഷാർജ ഭരണാധികാരിയെ ക്ഷണിച്ചു. ക്ഷണം സ്വീകരിച്ച ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി അടുത്ത വർഷം സെപ്റ്റംബറിൽ താൻ കേരളത്തിലെത്തുമെന്ന് പറഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡീലിറ്റ് സ്വീകരിക്കാനും അദ്ദേഹം സമ്മതിച്ചു. ഷാർജയിലെ മലയാളികൾ സാംസ്കാരികമായി ഏറെ മുന്നിൽ നിൽക്കുന്നവരാണെന്നും ഈ രാജ്യത്തിന്റെ പുരോഗതിയിൽ അവർക്കും പങ്കുണ്ടെന്നും ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ പറഞ്ഞു. മലയാളികളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഷെയ്ഖ് സുൽത്താനുമായുള്ള കൂടിക്കാഴ്ച അവിസ്മരണീയമായിരുന്നുവെന്ന് പിണറായി വിജയൻ പിന്നീട് പറഞ്ഞു. അദ്ദേഹം നമ്മുടെ നാടിന് നൽകിയ ആദരവ് അത് ഒരു ചെറുപ്പക്കാരനെ പോലെ പ്രായമായ ഒരാൾ ചെല്ലുന്ന പോലെ എന്നെ കൈപിടിച്ച് അദ്ദേഹം കൂട്ടിപ്പോവുകയും തിരിച്ച് ഇറങ്ങുമ്പോൾ കാറ് വരെ യാത്ര ചെയ്ത് കൈപിടിച്ചിട്ടാണ്, കൈവിടുന്നില്ല, കൈപിടിച്ച് തന്നെയാണ്. ഇതൊക്കെ അത്യസാധാരണമായി ഇതുപോലുള്ള ഭരണാധികാരികളുടെ ഭാഗത്തുണ്ടാകുന്ന അത്യസാധാരണമായ, എന്നാൽ അദ്ദേഹം കാണിച്ച ആ ആദരവ് നമ്മുടെ നാടിൽ ലഭിക്കുന്നതാണെങ്കിലും അതിന്റെ യഥാർത്ഥ അവകാശങ്ങൾ നിങ്ങളാണ്. ഊഷ്മളമായ സ്വീകരണമാണ് മുഖ്യമന്ത്രിക്ക് ഷാർജ പാലസിൽ ലഭിച്ചത്. കേരളത്തിന്റെ ഉപഹാരമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീട്ടിത്തടിയിൽ തീർത്ത ആനക്കുട്ടിയുടെ ശില്പം ഷെയ്ഖ് ഡോക്ടർ സുൽത്താന് സമ്മാനിച്ചു. ഷെയ്ഖ് സുൽത്താൻ പിണറായി വിജയന് തന്റെ പുസ്തകങ്ങൾ സമ്മാനമായി നൽകി. ഷെയ്ഖ് ഡോക്ടർ സുൽത്താനുമായുള്ള പിണറായി വിജയന്റെ കൂടിക്കാഴ്ച 45 മിനിറ്റോളം നീണ്ടുനിന്നു. പ്രമുഖ വ്യവസായി MA യൂസഫ് അലി, മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ്, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് YA റഹീം എന്നിവരും കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ചു. ഷാർജയിൽ നിന്ന് TG മാലുദ്ദീൻ.